അസ്സലാമു വറഹമത്തുള്ള. ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാർട്ട്ണർ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. അങ്ങനെ നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നതിലൂടെ ദുനിയാവിലെ ജീവിതവും ആഖിറത്തിലെ ജീവിതവും വളരെ സന്തോഷകരമാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളൊരു നല്ല ഭർത്താവാകാൻ ആഗ്രഹിക്കുന്ന ആളാണോ? നിങ്ങളുടെ ധാരണയിൽ നിങ്ങൾ നല്ലൊരു ഭർത്താവൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുമ്പോൾ നമുക്ക് നല്ലൊരു മികച്ച ഭർത്താവായി മാറാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് പരിശുദ്ധമായ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഫ്ശുസ്സലാമു ബൈനക്കും, പരസ്പരം സലാം പറയുക എന്നുള്ളത്. ആ സലാം പറയുന്നതിൻ്റെ മാന്ത്രികമായ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ സലാം പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം നിലനിർത്താൻ നിങ്ങൾ സലാമിനെ പറഞ്ഞു പരത്തുക, കാണുമ്പോൾ സലാം പറയുക. ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ അയാളോട് സലാം പറയുമ്പോൾ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നു, അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നു. വീണ്ടും നമ്മൾ അയാളെ കാണുമ്പോൾ സലാം പറയുമ്പോൾ ആ ചിരിയുടെ, ആ പുഞ്ചിരിയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു. അങ്ങനെ വീണ്ടും സലാം പറയുമ്പോൾ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ ഒരു കണക്ഷൻ, അവർ തമ്മിൽ നല്ലൊരു ബന്ധം അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ബന്ധം പുലർത്തേണ്ട രണ്ടാളുകളാണ് ഭാര്യയും ഭർത്താവും. എപ്പോഴും നല്ല സ്നേഹത്തിലും ചെയ്യേണ്ട ആളുകളാണ് ഭാര്യയും ഭർത്താവും. അപ്പോൾ ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് സലാം പറയുക, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ സലാം പറയുക. ഇങ്ങനെ സലാം പറഞ്ഞ് ശീലിക്കുമ്പോൾ ആ സലാം പറയുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കുമിടയിൽ സ്നേഹം നിലനിർത്തുന്നത് കാണാൻ സാധിക്കും. ഇനി മക്കളെ നാം സലാം പറഞ്ഞ് പരിശീലിപ്പിക്കുക. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും നിങ്ങളോട് സലാം പറയുന്ന ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് നല്ലൊരു ഭർത്താവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ചുംബനങ്ങൾ നൽകുമ്പോൾ ഒരു യാത്ര പുറപ്പെടുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുന്ന ഭർത്താവ് ആ സമയത്ത് ഭാര്യയ്ക്ക് ചുംബനം നൽകുന്നതിലൂടെ ആ ബന്ധം വളരെയേറെ ദൃഢമാവാൻ അത് കാരണമാകും. അപ്പോൾ അതൊരു സുന്നത്ത് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ചുംബനം നൽകാറുണ്ടോ? ഇനി നിങ്ങളുടെ ഭർത്താവ് ഈ പുതുതായിട്ടൊരു ശീലം കൊണ്ടുവന്നു, അദ്ദേഹം എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചുംബനം തരുമ്പോൾ എന്താ അതൊരു പുതിയ ശീലം എന്ന് വിചാരിച്ച് അന്തം വിട്ട് നിൽക്കണ്ട. ചിലപ്പോൾ എവിടെന്നെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ വളരെ ചെലവില്ലാത്ത ഒരുപാട് വഴികളുണ്ട്. പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. കാര്യങ്ങളെ തൊട്ട് നമ്മൾ അശ്രദ്ധരാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വരുന്നത്. മൂന്നാമതായിട്ട്, എത്ര തിരക്കുള്ള ആളാണെങ്കിലും, നല്ല ബിസിനസ്മാനാണ്, അതല്ലെങ്കിൽ ചെയ്യുന്ന ജോലി നല്ല തിരക്കുള്ള ടൈറ്റ് ഷെഡ്യൂളാണ്, എന്നാലും അതിൻ്റെ ഇടയിൽ ഒരല്പസമയം നിങ്ങളുമായി സംസാരിക്കാൻ, നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളുടെ ഭർത്താവ് തയ്യാറാകാറുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് സമയം കണ്ടെത്താറുണ്ടോ? എങ്കിൽ അയാൾ നല്ലൊരു ഭർത്താവാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടുകാർ, നിന്റെ പിതാവ്, ഉമ്മ, അതേപോലെയുള്ളവരെ പരിഗണിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരുടെ സുഖവിവരങ്ങൾ അറിയുന്നു, അതിന് താല്പര്യം കാണിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നല്ലൊരു ഭർത്താവാണ്. നമ്മളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കപ്പെടുന്ന, നാം സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവർ സ്നേഹിക്കേണ്ട, പരിഗണിക്കേണ്ട കടമകളുള്ള, കടപ്പാടുകളുള്ള ആളുകളെയും നാം സ്നേഹിക്കുകയും പരിഗണിക്കുകയും വേണം. അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവർ എത്ര സ്റ്റാറ്റസിനോട് യോജിച്ചവരാകട്ടെ യോജിക്കാത്തവരാകട്ടെ, നിന്റെ ഭാര്യയുടെ ഉമ്മ ഉപ്പ, അവരെ നീ പരിഗണിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അറിയണം, അവർക്ക് നിന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നീ നല്ലൊരു ഭർത്താവായി മാറും.
അഞ്ചാമതായിട്ടൊരു കാര്യം, എപ്പോഴും നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ വരുമ്പോൾ, പെരുന്നാൾ വരുമ്പോൾ, അതേപോലെയുള്ള സന്തോഷമുള്ള നല്ല നിമിഷങ്ങൾ വരുമ്പോൾ ഗിഫ്റ്റുകൾ നൽകുന്ന ഭർത്താവ്, ആ ഭർത്താവ് നല്ലൊരു ഭർത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. നിന്റെ സഹോദരനെ നിനക്ക് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ സാധിക്കുമ്പോൾ, നിന്റെ ഭാര്യയ്ക്ക് നീ സമ്മാനങ്ങൾ നൽകി ഗിഫ്റ്റുകൾ നൽകി അവളെ സന്തോഷിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും. അങ്ങനെ നല്ല ഗിഫ്റ്റുകൾ നൽകുന്ന ഒരു ഭർത്താവ്, അത് ഭാര്യമാർ വളരെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ കാര്യം ലഭിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ വല്ലാതെ ഇഷ്ടപ്പെടും. അപ്പോൾ നിനക്ക് നല്ലൊരു ഭർത്താവായി മാറാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവളെ കൂടെ അറിയിക്കുക. ജസ്റ്റ് അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, പക്ഷേ അവരെ അറിയിക്കുകയും അതിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക. അപ്പോൾ നീ നല്ലൊരു ക്വാളിറ്റിയുള്ള ഭർത്താവായി നിനക്ക് മാറാൻ സാധിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള, നല്ലൊരു കുടുംബ ബന്ധം, കെട്ടുറപ്പുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നിർമ്മിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ആവർത്തികമാക്കാനും നാം ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്.